സജീവൻ, ഇപ്പോൾ ആഘോഷത്തിനുള്ള സമയമാണോ എന്നുള്ളതാണല്ലോ ചോദ്യം. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ നേട്ടങ്ങൾ പറയാം, അത് അവരുടെ ഒരു അവകാശമാണ്. സ്വാഭാവികമായും അടുത്ത വർഷം തിരഞ്ഞെടുപ്പാണ്, ഇനിയൊരു ആഘോഷത്തിന് സാധ്യതയുമില്ല. അപ്പോൾ ഉറപ്പായിട്ടും നേട്ടങ്ങൾ വിശദീകരിക്കണം. പക്ഷേ ഈ നേട്ടങ്ങൾ വിശദീകരിക്കാൻ ചെലവഴിക്കാൻ തുകയാണ് ആശങ്കപ്പെടുത്തുന്നത്. കാരണം ഇവിടെ സമരം ചെയ്യുന്നവരോട് ഇവിടെ പണമില്ല എന്ന് പറയുന്നു, അവരുടെ തുച്ഛമായ ഒരു വേതനം ചോദിക്കുന്നതിൽ പോലും കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്നത് കേന്ദ്രത്തോടാണ് നിങ്ങൾ പോയി ചോദിക്കേണ്ടതെന്ന് പറയുന്നു. ആ സമരത്തിനോടെടുത്ത രീതിയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെ ഒരു വശത്ത് നിൽക്കുന്നു. അതോടൊപ്പം പല വകുപ്പുകളിലും കുടിശ്ശികയാണ്, പണം ചെലവഴിക്കാനില്ല, പദ്ധതികൾ പാതി വഴിയിലാണ്, അതിൻ്റെ കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ ആഘോഷത്തിനായി കോടികൾ മാറ്റിവെക്കുന്നത്. 100 കോടിക്കടുത്താണ് ഈ ആഘോഷത്തിന് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നത്. ഓരോ വകുപ്പിനും നൽകിയ കണക്ക് കൂട്ടി വരുമ്പോൾ അത് 100 കോടിക്കടുത്താണ്, 95 കോടി വരികയാണ്. അതിനുള്ള ഒരു അവസ്ഥയിലാണോ കേരളം എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് സ്മൃതി ഇത്. കാരണം സ്മൃതി തന്നെ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്, അത് ചെയ്യേണ്ട കാര്യവുമാണ്. പക്ഷേ ജനങ്ങൾക്ക് അത് അനുഭവപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ ഇവിടെ സലാം ഇവിടെ പറഞ്ഞില്ലേ, ഇത്ര ലൈഫ് വീടുകൾ കൊടുത്തു, ഇത്ര അങ്ങനെ ഓരോ സർക്കാർ കൊടുത്ത കുറേ കാര്യങ്ങളുടെ നേട്ടമുണ്ട്. അതൊക്കെ അവർക്ക് ഓരോ ജനത്തിനും അനുഭവപ്പെടേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ജനത്തെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി ജനങ്ങളെ ഇക്കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 4 വർഷത്തെ അതല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കൂടി ചേർത്തിട്ട് 9 വർഷത്തെ കാര്യങ്ങൾ ജനങ്ങളെ തുടർച്ചയായി ഇത്ര കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്ന് വയ്ക്കുക. അതിന് വിവര സാങ്കേതിക വിദ്യ ഇത്രയധികം വികസിച്ച ഒരു സമയത്ത് കോടികളുടെ ഒന്നും ആവശ്യമില്ല. ഇത്രയും വിവരസാങ്കേതിക വിദ്യ തീരെ ഇല്ലായിരുന്ന കാലത്ത് ഒരാൾ ഇന്ത്യയിൽ അങ്ങനെ തൻ്റെ സിദ്ധാന്തങ്ങളും തൻ്റെ ആദർശങ്ങളും തൻ്റെ സമരാഹ്വാനങ്ങളും ഒക്കെ കോടിക്കണക്കിന് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നു ഗാന്ധി. ഒരു 5 പൈസയുടെ ചിലവില്ലാതെ അദ്ദേഹം പ്രാർത്ഥനായോഗങ്ങളിലായിരുന്നു, അതല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാധ്യമത്തിൽ പത്രങ്ങൾ അദ്ദേഹം നടത്തിയിരുന്ന പ്രസിദ്ധീകരണങ്ങളിലൂടെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആ രീതിയിലൊക്കെ ചെയ്യാം. ഇപ്പോഴതിനൊന്നും ആവശ്യമില്ല. വളരെ കൃത്യമായിട്ട് ഒരു മുറിയിലിരുന്നു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്ക് അത് വേണമെങ്കിൽ 5, 10, 15, 20 ദിവസം തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ ഓരോന്നും വളരെ വിശദമായി പറയാം. മുഖ്യമന്ത്രിക്ക് ഈ പത്രസമ്മേളനം നടത്തിയിട്ട് ഓരോ കാര്യം ഈ 9 വർഷത്തിനിടയിൽ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ചെയ്ത കാര്യങ്ങൾ ഇന്നതാണ് എന്ന് അക്കമിട്ട് പറയാതെ തെറ്റൊന്നുമില്ല. അങ്ങനെ ജനങ്ങളെടുത്ത് ബോധ്യപ്പെടുത്തുന്നത് നല്ല കാര്യമാണ്. ഇപ്പോൾ ശിവശങ്കർ പറഞ്ഞ പോലെ ഞാൻ ഇത് ഒന്നും ചെയ്തിട്ടില്ല, ഒരു കണക്ക് പറയുന്നത് അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അതൊക്കെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ട നല്ല കാര്യമാണ്. വരാൻ തൊട്ടടുത്തെത്തിയിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കൂടി ഇതിനൊക്കെ നമ്മൾ ഒരു യാത്ര ഇതിനു മുമ്പ് കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നവകേരള യാത്ര അതേ രീതിയിലാണ്. പൗരപ്രമുഖരെ കണ്ട് യാത്ര. ഇതിൽ മുഖ്യമന്ത്രിയുടെ മാത്രം ഹോർഡിങ്സ് എല്ലാ ജില്ലകളിലുമായിട്ട് 500 ഹോർഡിങ്സ് ആണ്. അതിന് മാത്രമായിട്ട് 15 കോടിയാണ്. പിന്നീട് അങ്ങോട്ട് LED വാൾസ്, പ്രദർശന വിപണന മേളകൾ, പരസ്യങ്ങൾ, ട്രെയിനുകളിലും ബസ്സുകളിലും ഒക്കെ ഈ പരസ്യങ്ങൾ വയ്ക്കുന്നു, സാംസ്കാരിക പരിപാടികൾ നടത്തുന്നു, പൗരപ്രമുഖരെ കാണുന്നു. ഇത് ഏകദേശം നവകേരള യാത്രയുടെ അതേ മാതൃകയാണ്. തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞു, ഒരു മുറിക്കകത്തിരുന്നു കൊണ്ട് ഈ നേട്ടങ്ങളെല്ലാം ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെ അറിയിക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോൾ വീണ്ടും തുടർന്ന് വരുന്ന പോലെയുള്ള ഈ പത്രസമ്മേളനങ്ങൾ, മാധ്യമ സമ്മേളനങ്ങൾ, ആ മാധ്യമ സമ്മേളനങ്ങൾ അദ്ദേഹം 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇരുന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എല്ലാ മീഡിയയും അത് ഒരേ സമയത്ത് ലൈവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിലൂടെയൊക്കെ ജനത്തിനെ അറിയിക്കാം. ഓരോ ജില്ലയിലും എത്തിയിട്ട് അവിടെ ഈ 250 പേരുണ്ട് ആ പരിപാടിക്കെങ്കിൽ ആ 250 പേർക്കും ചോദ്യം ചോദിക്കാൻ പറ്റില്ലല്ലോ എന്ന് ശ്രീ എച്ച് സലാം ചോദിക്കുന്നുണ്ട്. അത് പറ്റില്ല, സ്വാഭാവികമാണ്. പക്ഷേ വിമർശനം വരുന്ന ഏത് ചോദ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്? അത് ശരിയാണ്, സ്മൃതി പറഞ്ഞ വളരെ കൃത്യമാണ്. ആ ചോദ്യങ്ങളൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന മറുപടി അത് നേരത്തെ തയ്യാറാക്കിയതാണോ അല്ലയോ എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് അതല്ല. ഇത് നേരത്തെ സ്മൃതി പറഞ്ഞ ആദ്യത്തിൽ സലാമിനോട്
സലാമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ, അവിടെ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് അനുഭവപ്പെടേണ്ട കാര്യമാണ്. ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകാം, ഞാൻ ഇല്ല എന്ന് പറയുന്നത്, ജനത്തിന് ഈ സർക്കാർ ചെയ്ത ഒരു കാര്യങ്ങൾ അനുഭവപ്പെടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഈ ലൈഫ് പദ്ധതിയിൽ ഉള്ള വീടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജനങ്ങളെ അനുഭവപ്പെടുമ്പോൾ തന്നെ അവർക്ക് നേട്ടമുണ്ടാകും. ഇനി അതല്ല, ഇതിനപ്പുറത്ത് ഒറ്റയടിക്ക് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് മുഴുവൻ ലിസ്റ്റും പറയണമെങ്കിൽ ഇങ്ങനെ ഓരോ ജില്ലയിലേക്കും പോകേണ്ട കാര്യമില്ല. ഇനി ഓരോ ജില്ലയിൽ പോകാൻ തന്നെ നമ്മുടെ എല്ലാ മന്ത്രിമാരുണ്ടല്ലോ, അവർക്ക് പറ്റുമല്ലോ, MLA മാരുണ്ടല്ലോ. ഇതേ കാര്യങ്ങൾ അവർക്ക് പ്രത്യേകമായിട്ട് ഈ മീറ്റിംഗ് ചേർന്ന് പറയാവുന്നേ ഉള്ളൂ. ഇതിനൊക്കെ അപ്പുറത്ത് യോഗം നടക്കുമ്പോൾ ആ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? ഒരു ജില്ലയിൽ, ഓരോ ജില്ലയിലുമാണല്ലോ നടക്കുന്നത്. ഒരു ജില്ലയിലെ എത്ര ശതമാനം ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കും? മുഖ്യമന്ത്രി വന്നു പോയി എന്ന് പോലും അറിയുന്ന ആളുകൾ എത്ര പേരുണ്ടാകും? അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പിറ്റേ ദിവസം പത്രങ്ങളിലോ അല്ലെങ്കിൽ അന്നത്തെ ചാനലുകളിലൂടെയൊക്കെയാണ് ആളുകൾ അറിയുന്നത്. ഇതിനാണ് ഞാൻ പറഞ്ഞത്, ഒരു മുറിയിലിരുന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.